May I come in, sir? Yes, come in. Take your seat. Thank you, sir. ചാർജ് എടുത്തല്ലോ. എടുത്തു, സർ. മിസ്റ്റർ വിജയരാജ്, DIGയുടെ സ്പെഷ്യൽ താല്പര്യത്തിലാണ് നിങ്ങളെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. യു ആർ യങ്. ഇതൊരു ചലഞ്ചായി എടുക്കണം. സർ, ഈ നഗരത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളിൽ സർക്കാരിന് ഉത്കണ്ഠയുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവുകേട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പത്രങ്ങളും പൊതുജനങ്ങളും പറയുന്നത്. കേസ് ഡയറി ഞാൻ പരിശോധിച്ചു. എല്ലാ കൊലകളും ഒരേ രീതിയിലാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകി ഒരാൾ തന്നെ ആകാനാണ് സാധ്യത. മിസ്റ്റർ വിജയരാജ്, മറ്റൊരു പ്രത്യേകത, പ്രതി തന്മയത്വമായി നടത്തിയിരിക്കുന്ന ഓരോ കൊലയും പോലീസിന് തെളിവൊന്നും കിട്ടാത്ത വിധത്തിലാണ്. വളരെ പ്ലാൻ ചെയ്താണ് ഡെഡ് ബോഡി സംഭവ സ്ഥലത്തൊന്നും പ്രതി മാറ്റുന്നത്. യുവതികളാണ് കൊലപാതകിയുടെ ഇര. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകി തന്റെ ഇരയുമായി ശാരീരിക ബന്ധം പുലർത്തിയതായി ഒരു തെളിവുമില്ല. കാര്യം അടിച്ചമർത്തപ്പെട്ട ലൈംഗിക വൈകൃതമുള്ള ഒരാളായിരിക്കണം കൊലപാതകി എന്ന് തെളിയുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ മാന്യനായി ജീവിക്കുന്ന ഏതോ ഒരാളായിരിക്കണം ഇതിന്റെ പിന്നിലെന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങളുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഒരു ദിവസം മുൻപെങ്കിലും പ്രതിയെ നമുക്ക് അറസ്റ്റ് ചെയ്യണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, സർ. सुहानी रात ढल चुकी, ना जाने तुम कब होगे नजारे. अरे भाई, अरे विनोद भाई, अरे भाई, कള്ള പഹര എവിടെ പോയി കിടക്കുക? अरे दोस्त, अरे विनोद भाई, कहाँ गए हो? എവിടെ പോയി ഇവരെ കാണുന്നില്ലല്ലോ. അരേ ഭായ്, വിനോദ് ഭായ്, രാവിലെ തന്നെ ഏത് ഗുദാം പോയി കിടക്കാണ് പടച്ചോമ്പരാന്നിവ. അരേ ഭായ്, അരേ ഭായ്, വിനോദ് ഭായ്, ഇന്റെ അള്ളതാ പോണം. എന്താ ശബ്ദം? അല്ല, കുടിവെള്ളത്തിന് ബലം കൊടുക്കേണ്ട ഇക്കാലത്ത് ഇവിടെ ഇതാ വെറുതെ വെള്ളം വിടണം. എന്തൊരു വൃത്തിയാടാണ് കാണിക്കണത്. അങ്ങനെ ബലം പരീക്ഷിക്കണ്ട. നോക്കേ മൊന്ത പോയി. അത് രക്ഷപ്പെടി ഉണ്ടല്ലോ. അല്ല, ആരാ അസീസ്? എപ്പോ വന്നു? അതോ, നമ്മൾ വന്നിട്ട് ഒരുപാട് വർഷമായി. 40-45 കൊല്ലായി മോനെ. തുക്കമല്ലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ മോനെ. ഇന്ന് 1-ാം തീയതി നിനക്ക് ഓർമ്മയുണ്ടോ? നരുമേ? ഓ, മനസ്സിലായി. വാടക പിരിക്കാൻ വന്നതായിരിക്കും. അതേ കുട്ടി, കിരായി ലേലേക്കേരിയേ. നമ്മൾ വാടകയ്ക്ക് വന്നാണ്. ഇന്റെ മോനെ കാര്യം ചെയ്യും. പടച്ചമ്പുരാന് വിചാരിച്ച് ആ കായിട്ട് കളിപ്പിക്കാണ്ട് ആ പാടം കൊണ്ടുവന്ന്. എന്താണ് മോനെ? എന്നാലേ ഈ മാസം മുതൽ വാടക തരുന്നില്ല. എല്ലാ മാസവും കൃത്യമായിട്ട് വാടക തരുന്നതാ ഞാൻ ചെയ്ത തെറ്റ്. മുത്ത അബീബേ, ബാങ്ക് ലോൺ ഉള്ളതാ. അത് അടച്ചിട്ടില്ലെങ്കിൽ ആ പഹൽ ഇത് അങ്ങനെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. സംജയ് കൊണ്ടുപോട്ടെ. ഇതൊന്ന് വൈറ്റ് വാഷ് തരാൻ പറഞ്ഞിട്ട് കാലം എത്രയായി? വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് തരാൻ എനിക്കൊരു കാര്യം ചെയ്യും. ആ ബാടക്കായി കളിപ്പിക്കാനും കൊടുത്താ. റിപ്പയർ ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് നോക്കാം. എത്തി, നമ്മളെത്തി. എന്റെ വയ്യക്കാരനാ വേണ്ടല്ലേ?
അടുത്ത മാസവും വാടക ചോദിച്ച് വരുന്നതിന് മുമ്പ് റിപ്പയർ തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ കാര്യം നമ്മൾ ഏച്ച് അസീസ്ക്ക് ബാക്ക് പറഞ്ഞ അത് ബാക്കാണ് വാതാണ് അങ്ങോട്ട് അള്ളാ. വരട്ടെ? ആ, നല്ല പോണം കേട്ടെ വിടുമ്പോ സൂക്ഷിക്കണേ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഹലോ മൈ ഡിയർ ബോയ്, വെൽക്കം വെൽക്കം. കം ഓൺ സിറ്റ് ഡൗൺ. എപ്പോ നോക്കിയാലും മേനോൻ അങ്കിൾ ഭയങ്കര റീഡിങ്ങിലാണല്ലോ. അല്ലാതെ ടൈം പാസിങ്ങിന് മറ്റെന്ത് വഴി? ഞാൻ കാനഡയിലായിരുന്നപ്പോ ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ചെന്നിരുന്ന് വായന തന്നെയായിരുന്നു മുഖ്യ ജോലി. ആ, ഇത് കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചുള്ള ഒരു പുതിയ എഡിഷനാണ്. വിനോദ് വേണേ കൊണ്ടുപോയിക്കോളൂ, വായിച്ചിട്ട് തന്നാ മതി. അയ്യോ അങ്കിൾ, ഈ തടിച്ച പുസ്തകങ്ങൾ കാണുമ്പോഴേ എനിക്ക് ഉറക്കം വരും. ആ, കാനഡ അങ്കിൾ അസുഖപ്പെടുന്നുണ്ട്. എന്തസുഖം? പറഞ്ഞു പറഞ്ഞ് നിങ്ങളൊക്കെ കൂടി എന്നെ രോഗിയാക്കി മാറ്റുകയാണോ? പേരിന്റെ കൂടെ രണ്ടുപേര് ഡിഗ്രിയുള്ള ഡോക്ടർമാർ പറയുന്ന ഏത് വിഡിത്തവും ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവുകൾക്ക് വേദവാക്യാണല്ലോ. എനിക്കറിയാം എന്റെ ഹാർട്ടിന് യാതൊരു കംപ്ലൈന്റും ഇല്ലെന്ന്. പിന്നെ ചെറിയ തോതിൽ ഗ്യാസിന്റെ വിഷമുണ്ട്. അതിന് രാവിലെ ചില എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്, അത് മതി. അയ്യോ, ഈ ഡാഡിയോട് തർക്കിക്കാൻ ആർക്കും പറ്റില്ല വിനുവേട്ടാ. ഇങ്ങനെ ഒരു പിടിവാശി. വാശിയുടെ കാര്യത്തിൽ എന്റെ മോളത്തെ മോശമാണോ? ഓ പിന്നെ എനിക്ക് ഓഫീസിൽ പോകാൻ സമയായി. ദാ ഈ മരുന്ന് കഴിക്കൂ. ഷടാ, ഈ പെണ്ണിനെ കൂടിയ തോറ്റു. മോർണിംഗ് ടു നൈറ്റ് 4-5 പ്രാവശ്യമായി 10-70 ഗുളികകൾ ദിവസേന വിഴുങ്ങണം. ആ, ആ, വാ തുറക്ക് ഡാഡി. ആ. വിനോദിനെ അറിയാമോ? കാനഡയിൽ വെച്ച് ഇവളുടെ അമ്മ മരിച്ചേ പിന്നെ ഓ, തുടങ്ങി ഈ ഡാഡിയുടെ ഓരോ കന്നഡ വിശേഷം. ഇതൊക്കെ 100 വട്ടം ഡാഡി വിനോദിനടുത്ത് പറഞ്ഞിട്ടുള്ളതാ. ചുമ്മാ വെറുതെ അധികം സംസാരിക്കണ്ട. കണ്ടോ വിനോദ്, ഇവളുടെ ഒരു ഭരണം ശരിക്കും മിലിറ്ററി റൂള് തന്നെ. പിന്നെ ഡാഡി, ഉച്ചയൂണ് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ പോവുക. ഓ, ഞാൻ ആലോചിക്കായിരുന്നു വിനുവേട്ടന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് ഈ ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. നീ കൂടെ ഉള്ളതുകൊണ്ട് ബൈക്ക് ഇല്ലാതെ തന്നെ ഞാൻ ആകെ ചുറ്റുമുണ്ടല്ലോ. തമാശ പറഞ്ഞപ്പോഴേക്കും ഗൗരവമല്ലോ. ചിലപ്പോ എനിക്ക് തോന്നും വിനുവേട്ടന് ഞാനൊരു ഭാരമാവുന്നെന്ന്. ശരിയാണ്, നീ എനിക്കൊരു ഭാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചു തരാം. കൊന്നുതരാമെന്നല്ലേ? അതെ, കൊന്നുതരാം. ചേച്ചി ഭയങ്കര ബിസിയില്ല. കൺസൾട്ടിങ്ങിനിടയിൽ റെപ്രസെന്റേറ്റീവിനെ കാണാൻ നേരം ഉണ്ടാവും തോന്നില്ല. ഒന്ന് പോടി പെണ്ണെ. ഈ മരുന്ന് തുടർച്ചയായി 10 ദിവസം കഴിച്ചിട്ട് വന്ന് വിവരം പറയണം. ശരി ഡോക്ടർ. കൺസൾട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ചേച്ചി? കഴിഞ്ഞതല്ല, കഴിച്ചതാണ്. ചേച്ചിനോടൊരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാർഡിയോളജിസ്റ്റ് ചെറിയാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന്. മറന്നു അല്ലേ? സോറി വിനോദ്, മറന്നതല്ല. രാവിലെ തുടങ്ങിയതാ ഇതേ ഇരിപ്പ്. സമയം കഴിഞ്ഞു വന്നാലും രോഗികളെ നോക്കാൻ പറ്റില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. ആ വിനോദ്, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഡോക്ടർ ചെറിയനെ ചെന്ന് കണ്ടോളൂ. ഞാൻ ഫോണിൽ പറഞ്ഞേക്കാം. ഓക്കെ ചേച്ചി, താങ്ക്സ്. ഓ, ഭയങ്കര വിശപ്പ്. ഇതുവരെ ഒന്നും കഴിച്ചില്ല. വിനോദ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണോ? കഴിച്ചതാണ്. എന്നാൽ ഇവിടുത്തെ ഒരു പങ്കെടുപ്പ് എനിക്കുണ്ടല്ലോ. വാചകം അടിക്കണ്ട. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വരൂ. ആ, നല്ല പാർട്ടിയാ നീ. ഞാൻ വരുമ്പോഴേക്കാണ് തുടങ്ങിയല്ലേ? ചേച്ചി ഇപ്പൊ തന്നെ വൈകി. ഇനി വിനുവേട്ടന്റെ ലാത്തിയോടെ കഴിയുമ്പോ ഉച്ചകൊണ്ട് സമയാവും. വിശന്നപ്പോ ഞാനങ്ങ് തുടങ്ങി. മിടുക്കി. ദേശം എന്നാ ഞാനും ഇങ്ങനെ തന്നെയാ. കൂടെ ഉള്ളവർ കഴിച്ചില്ലെങ്കിലും സ്വന്തം കാര്യം സിന്ദാബാദ്.
അതാണ് എന്റെ പ്രമാണം. ആ ചേച്ചി, ചേച്ചി നിന്നും ചേട്ടന്റെ കത്ത് വരാറില്ലേ? ഉണ്ട്. കോഴ്സ് കഴിഞ്ഞ് അടുത്തന്നെ തിരിച്ചെത്തും. എന്ന് വെച്ചാൽ 2 കൊല്ലത്തെ ചേച്ചിയുടെ വിരഹത്തിന് വിരാമം ഇടാൻ പോകുന്നു. ഓ, ഒരു ദിവസം മുമ്പേ അദ്ദേഹം തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് കേട്ടപ്പോ ഞാൻ എത്ര സന്തോഷിച്ചു. പോയി കഴിഞ്ഞപ്പോഴാ തനിച്ചുള്ള ജീവിതത്തിന്റെ വിരസത മനസ്സിലാവുന്നത്. ആ, ഞാനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ അല്പം വൈകും. അയ്യോ ചേച്ചി, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. കണ്ടില്ലേ, പത്രത്തിലെ കൊലപാതക വാർത്തകളൊക്കെ വായിച്ച് പെണ്ണ് പേടിച്ചിരിക്കുക. ഇവളുടെ നടത്തവും പത്രാസവും ഒക്കെ എന്നാ തോന്നും ആളൊരു ധൈര്യശാലിയാണ്. നിന്നെ ഞാൻ ഇന്ന് വിനോദിന്റെ വീട് ഇതാണോ? പൊട്ടനാണോ ഇയാള്? ആരോടൊപ്പം ഒരാളോട് ചോദിക്കാൻ? വിനോദിന്റെ വീട് ഇതാണോ? ഓ, ഇനി ഇവനോടെങ്ങനെ പറഞ്ഞൊന്നും മനസ്സിലാക്ക. കൈമ പിടിക്കരുത്, തരൂ കൈമിനോടെ. നമ്മളെ പൊട്ടനാക്ക. അപ്പൊ പൊട്ടനല്ലേ? പൊട്ടനന്റെ ബാപ്പയാണ്. ആ, വിനോദിന്റെ വീട് ഇതല്ലേ? അല്ല, പിന്നെ ആരുടെ വീടാ? ഇത് ഞമ്മള് വീടാ. ഞമ്മൾ അതിന്റെ ഓണർ. ഞമ്മൾ വിനോദിന് പാലം കൊടുത്ത. അപ്പൊ പിന്നെ എനിക്ക് സുഖായി. പിടിച്ചു വലിക്കരുത്. പാഞ്ഞു കയറുന്നു. ഇതെവിടെ പെണ്ണ് കെട്ടിക്കുന്നു? ഇന്ന് അറേക്കൂടാൻ വന്ന? ഞാൻ പെണ്ണ് കെട്ടിയില്ല. പിന്നെ ഞമ്മളെ പെണ്ണ് കെട്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ പോവാ. ആരാണ് കൂടെ ക്ഷണിച്ചത്? ഈ പെട്ടിക്കകത്ത് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട നിന്നെ കമ്പി എണ്ണിപ്പിക്കും. സെൻട്രൽ ജയിൽ വളരെ അകലല്ലാട്ടാ. അപ്പൊ അറിയാം നിനക്ക് പൊട്ടനാരോ പൊട്ടനല്ലേ എന്നുള്ളത്. എന്താ ഞാൻ ഇവിടെ അടക്കള പണിക്ക് വന്നതാ. കുത്തിയേട്ടവനെ. ഇത് നല്ല കനുണ്ടല്ലോ. ഇതിനകത്ത് ബോംബ് വെച്ചുണ്ടോ? പകൻ പറഞ്ഞ് ശരിയാണല്ലോ. രാവിലെ തന്നെ ഓരോന്ന് കേറി വരൂ. കുളിമുറിയിലെ പൈപ്പ് നമ്മൾ ശരിയാക്കി. അതിന് ഈ പ്ലംബറും കിമ്പറൊന്നും വേണ്ട. ഇനി ഈ ബാതിൽ കുറച്ച് ഇക്കുമത്ത് പണിയുണ്ട്. അതും കൂടി ഇപ്പൊ നമ്മൾ ശരിയാക്കി തരാം. അത് ശരി. അപ്പൊ സ്വയം തൊഴിൽ കണ്ടെത്തൽ പരിപാടി അല്ലേ? എന്ത് തൊഴിൽ കണ്ടാലും എത്തിയാലും ഈ ദുനിയാവിന്റെ ഒരു ഭാഗത്ത് ഞമ്മക്കും ജീവിക്കണ്ട ബായ്. ഈ വീട് വൈറ്റ് വാഷ് ചെയ്യാതെ 10 പൈസ വാടക ഇനത്ത് എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല അസീസുക്ക. അടുത്ത 1-ാം തീയതി മോൻ വാടക തരും. 2-ാം തീയതി ഞമ്മൾ വൈറ്റ് വാഷ് ചെയ്യും. ഇത് കുറെ നാളായി പറഞ്ഞു തുടങ്ങിയിട്ട്. പ്രൊഫസർ മുരുകദാസ്, ഫാമിസ്റ്റ്, കോടീശ്വർ റാവു തെരുവ്, മദ്രാസ് 47. ആരുടെ കൈപ്പെട്ടി? ഈ ആമുക്കാണ് അന്വേഷിപ്പ് ഇവിടെ വന്നത്. അങ്ങോട്ട് പോയി. എന്നിട്ട് ആളവിടെ പോയി? അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആരാണോ ചോദിക്കുന്നത്? ഹലോ ഹലോ, നീ ആരാടാ തൂക്കം കെടുത്തത്? ശോമ്പേരി. നിങ്ങൾ ആരാണ്? ഞാൻ ആരാണേലും ഉനക്കനടാ ശോമ്പേരി. നീ എനിക്കിട്ട് നീ ഇടി വാങ്ങുവേ. ഓ, ഹൗസ് ഓണർ കള്ളൻ കള്ളൻ. തൊപ്പി അടിച്ച് തെറിപ്പിക്കുക, എല്ലാവർക്കും അറിയില്ല. തലയെ കെട്ടും. എടാ പറ കില്ലാടി, ഈ എങ്ങനെയാ ഇത് ഔത്ത് വന്ന് ഓടെടുത്ത് ഇറങ്ങിയോ? നിനക്ക് നേരത്തെ ഞാൻ 2 തരം വിചാരിച്ചു. അപ്പൊ എനിക്ക് കൈ ഒന്നുണ്ടായില്ല. വിനോദേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. നീ കെട്ടിപ്പിടിച്ചേ, കെട്ടിപ്പിടിക്ക്. ഇപ്പൊ നിനക്ക് നല്ല ഒഴിവുണ്ടല്ലോ, കെട്ടിപ്പിടിക്ക്. സൂക്ഷിച്ചു നോക്ക്. നിന്റെ വീടിന്റെ വടക്കയില് പലഹാരം ഉണ്ടാക്കണ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നില്ലേ? ആ അമ്മാമ്മയുടെ മോനെ ഞാൻ. എന്നിട്ട് മനസ്സിലായില്ലേ? തെങ്ങേറ്റക്കാരൻ മാണിക്കിന്റെ കൂടെ ഒരു ജാനകി ഒളിച്ചോടി പോയില്ലേ? അവളെ ആങ്ങളാ. ഞമ്മളെ കണക്കൂട്ടൽ തെറ്റിയില്ല. നല്ല പാരമ്പര്യം. അപ്പോ നമ്മുടെ ശങ്കരേട്ടന്റെ 2ാമത്തെ മകൻ അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ ഇപ്പൊ മുരുകാസ്. അല്ല, നീ ഇതൊരു എവിടെയായിരുന്നു? ജയിലില് നീ. ഞാൻ മദ്രാസിലായിരുന്നു. പാമ്പിസ്ട്രേ. പാമ്പിന് പിടുത്തം. ഫുട്പാത്തിന്റെ വാപ്പ, ഗൈനക്കോളജിസ്റ്റ്, കൈനോട്ടം. ഫുട്പാത്ത് ഫുട്പാത്തിൽ നിന്ന് കൈരേഖോട്ടം. എന്ത് അടിച്ചെന്നെ എന്തൊരു തൊന്തരവാണ് പറച്ചമ്പുരാനെ. എന്തിനാ
പിന്നെ രണ്ടാമത് മോൻ ഒളിച്ചോടി പോയ പാവം ജാനകിയുടെ ആങ്ങളെ ഞാൻ എന്നെ നിനക്ക് ശരിക്കും അറിയില്ല കേട്ടോ ഞാനിരിക്കെ അഞ്ചത്തിന്റെ എന്തൊരു ഗതികേടാണിത്. അന്നാണ് ഇതിന് പെട്രോൾ പറഞ്ഞ് തീ കൊടുത്തിട്ട് നമ്മൾ ചാവും. എന്താ താഴെ തന്നെ നിന്നത്? മുകളിലേക്ക് വരുന്നില്ലേ? നീ ഉണ്ടോന്ന് പറഞ്ഞിട്ട് വരാമെന്ന് ചോദിച്ചാ. 3-4 ദിവസം എവിടെയായിരുന്നു? ഇവിടെ വന്ന സമയത്തൊക്കെ മുറി ലോക്കായിരുന്നു. ഞാനൊരു യാത്ര പോയി. ഒരു പരസ്യ കമ്പനിയുടെ കോൺട്രാക്ട് ഒരാഴ്ചക്കുള്ളിൽ തീർത്തു കൊടുക്കണം. അപ്പൊ നീ എന്നാലും നീ മുകളിലേക്ക് വാ. വരുന്നു. നീ ഇരിക്കെ. എവിടെ നീ എടുത്ത എന്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ? നാളെ തരാം. നാളെ എന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസം 1 ആയി. അത് കിട്ടിയിട്ട് വേണം എനിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ. അപ്പോ കടല് കിടന്നു പോകാനാണ് നിന്റെ പരിപാടി? അതെ. ഈ നാട്ടിൽ കിടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ദിവസവും കാലത്ത് പെട്ടിയും താങ്ങി ഡോക്ടർമാരുടെ പടിവാതിക്കൽ ചെന്ന് കാത്തു കെട്ടി കിടക്കണം. അവസാനം അവർ പറയണത് മുഴുവൻ കേട്ടും മടങ്ങണം. കമ്പനിയാണെങ്കിൽ കോട്ട തേയുന്നില്ലെന്ന് പറഞ്ഞ് ബഹള. മടുത്തടാ. ഖത്തറിലുള്ള എന്റെ ഒരു പഴയ ഫ്രണ്ട് NOC സംഘടിപ്പിച്ചാൽ ഏറ്റിട്ടുണ്ട്. അത് കിട്ടിയാൽ ഞാൻ മുങ്ങും. നിനക്കങ്ങനെ ഒറ്റയ്ക്ക് മുങ്ങാൻ പറ്റുമോ? മുങ്ങുന്നത് ഒറ്റയ്ക്കാണ്, പക്ഷേ പൊങ്ങുമ്പോ ഒരാൾ കൂടി ഉണ്ടാവും. അതാണ് വിനോദ്. That's correct. Okay, thank you. Reflect a little more bright. Okay, change your dress. Location change. ഞങ്ങളിവിടെ കണ്ടോട്ട് നിങ്ങളെ ഒന്ന് പോസ് ചെയ്യാമോ? ക്യാമറ ഞങ്ങളുടെ ഉണ്ട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാശാനെ. ആർക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? തൽക്കാലം എനിക്ക് മാത്രമാണെന്ന് കൂട്ടിക്കോ. നിന്നെ ഞങ്ങൾ എടുത്തോളാം.
അപ്പുകുട്ടാ, അപ്പുകുട്ടാ, ഇയാൾ എവിടെ പോയി? അപ്പുകുട്ടാ, അത് ശരി, താൻ ഇവിടെ തലയും കുത്തി നിൽപ്പായിരുന്നു അല്ലേ? എന്നൊന്നും പറയണ്ടേ? തലയ്ക്ക് നല്ല സുഖമില്ലാത്തവർക്ക് പറ്റിയതാണ് ഈ തലയും കുത്തി നിൽപ്പെന്ന് പറയായിരുന്നു. ഇത് ശീർഷാസനം, ഇനി പത്മാസനം ഉണ്ട്, പിന്നെ വേറൊരു ആസനം ഉണ്ട്. കാണാവോ? അയ്യോ വേണ്ട, താൻ ഉറങ്ങുമ്പോ മിക്കപ്പോഴും ഞാനത് കാണാറുണ്ട്. ഓ, ഇപ്പഴാ എനിക്കൊരു മനസമാധാനം കിട്ടിയത്. എന്താ? നിങ്ങളത് കണ്ടല്ലോ, ഭാഗ്യവാൻ. അതെ ബായ്. ആ ഹിന്ദി ചേത്താൻ വന്നിട്ടുണ്ട്, പുത്തക്ക ബച്ചെ. അവനെ കാണുന്നതേ എനിക്കിഷ്ടല്ല. ആഹാ, തനിക്കപ്പോ തമിഴ് മാത്രമല്ല ഹിന്ദി തന്നെ വശമുണ്ടല്ലേ? ഹിന്ദി മാത്രല്ല, ബംഗാളി, നേപ്പാളി, തമിഴ്, തെലുങ്ക്, കന്നഡ, കൊങ്കിണി. ഇവനെന്താ വെളുപ്പാൻ കാലത്ത് ജനാണ് എല്ലുന്നത്? വിനോദ് ഭായ്, ഇവൻ എന്ത് പറ്റി? ഭ്രാന്ത്. പ്രാന്താണ്. ഇവനെ കണ്ടാൽ തന്നെ അറിയില്ല ഭ്രാന്ത്. ഇവന്റെ ചന്ദനപ്പൊട്ടും ഒരു മാലയും ഒരു തലമുറ പോലെ കാഴ്ച. അയ്യേ, ഞാൻ തമാശക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതല്ലേ. പിന്നെ നിനക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം ഞാൻ പറഞ്ഞുതരാം. പറയില്ലേ? എന്നെ കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പറയ് ചേട്ടാ. നീ നേരെ അടുക്കളയിൽ പോവാ. എന്നിട്ട് നല്ലോണം വെണ്ണീർ എടുത്തിട്ട് പാത്രം നല്ലോണം കഴുകുക. എന്നിട്ട് 2 ചുട് ചായ ഉണ്ടാക്കിയിട്ട് കൂടെ കൊണ്ടുപോവാ. ശരി, ഇതാണ് എനിക്ക് ഇയാൾ ഇഷ്ടമല്ലാന്ന് പറഞ്ഞത്. താൻ പോയി ചായ ഉണ്ടാക്കണോ? ഞാൻ ഇവിടെ അടുക്കള പണിക്കൊന്നും കേട്ടോ. ഈ പിന്നെന്താ ഇവിടെ കളിച്ചു വിളിക്കുന്ന പഴയ അനുസരിക്കണോ? നീ മാറി പഴയ തെണ്ടി തിന്നു കാട്ടുപോകത്തിന് ഏൽ കഴിക്കും. നിന്റെ കുടുംബക്കാരന്റെ പറ്റിയ നീ എന്താ പഴയ പിരാൻ തെളിയിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഒരടങ്ങി ഉറക്കൂടി കഴിച്ചിട്ട് കൊടുക്ക്. ഓട്ടവാഹേ അല്ല മോനെന്തെങ്ങനെ പെയർക്കണത്? ഒന്നുമില്ല. അവന് മോനെ, മോൻ ഇന്നത്തെ പേപ്പർ വായിച്ചോ? ഇല്ല. നിങ്ങളൊക്കെ വായിക്കേണ്ടത്. നമ്മൾ സ്വന്തം ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. പെട്രോൾ, ഓയിൽ, മണ്ണെണ്ണ, സിഗരറ്റ്, ബ്ലേഡ് ഇതിനൊക്കെ വില കൂട്ടിക്കുന്നു. ഞാനെന്ത് വേണം? അപ്പൊ നമ്മൾ പെരേന്റെ വാടക ഒരു 50 ഉറുപ്പ്യ നമ്മളും കൂട്ടിക്കുന്നു. എന്റെ 50 ആക്കിയത് 500 ആക്കി കൂടെ? അതാണ് ഇങ്ങനെ പോവാന്ന് വെച്ചാൽ അടുത്ത കൊല്ലം 500 ആക്കേണ്ടി വരും. അത് ഉറപ്പാണ്. പിന്നെ ഈ കാര്യം പറഞ്ഞോണ്ട് മേലാൾ ഇങ്ങോട്ട് കുളിക്കല്ലേ? എടോ, ഞാനൊരു അഭിപ്രായം പറഞ്ഞില്ലേ, അതിനെ പിടിച്ച് കുളിക്കുക. എടോ, മനുഷ്യനായൊരു പൈസ അല്ല വരുന്നത്, സ്നേഹമാണ്. അത് ആദ്യം മനസ്സിലാക്ക്. കുണ്ടന്മാർക്ക് എന്റെ സ്വഭാവം മനസ്സിലായില്ല. പെട്രോൾ പറഞ്ഞ് ഞാൻ ഇതൊക്കെ തീ കൊടുക്കും. ബോസ് അങ്ങോട്ട് ഈ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്യും. ഹലോ, യെസ് ലത, ആരാണ്? ഞാനാണ്ടോ. എന്റെ വോയിസ് എനിക്ക് മനസ്സിലായില്ലേ? നല്ല പാർട്ടിയാണ്. പിന്നെ ഇന്ന് വൈകിട്ട് നമുക്കൊന്ന് കാണണം. പാർക്കിലേക്ക് വന്നാൽ മതി. എന്താ പ്രത്യേകിച്ച്? കാണാനോ? എന്നെ കാണാത്താണോ? നിന്നെ നല്ലോണം ഒന്ന് കാണാൻ. എന്താ, സ്വസ്ഥമായി കുറച്ചു നേരം സംസാരിച്ചിരിക്കാനല്ലോ. അതിന് വീട്ടിലേക്ക് വന്നാ മതി. അങ്കിൾ അവിടെ ഇല്ലേ? നമ്മുടെ റൊമാൻസ് അങ്ങനെ കാണണ്ട. ഡാഡിക്ക് എല്ലാം അറിയാം. പിന്നെ ഞാൻ ഇവിടെ ഇറങ്ങുമ്പോ വൈകും മിന്നുവേട്ടാ. പിന്നെ ഒരിക്കലാവാം. ഞാൻ വരില്ല. നീ ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട, ഞാൻ കാത്തിരിക്കും. സുഭാഷ് പാർക്കിൽ വരണം. അളിയോ, നമ്മൾ ഇത്രയും നമ്പർ ഇട്ടിട്ട് ഗവനിക്കുന്നില്ലല്ലോ നമ്മളെ. ഹലോ, ആരെയാണാവോ കാത്തിരിക്കുന്നത്? അല്ല, ഞങ്ങൾ ആരെങ്കിലും മതിയെങ്കിൽ ഇല്ലല്ലേ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ഇനി വരുമെന്ന് തോന്നില്ല. ഞാൻ മതിയെങ്കിൽ ഞാൻ വരാം. കാറി പോണെങ്കിൽ കാറി പോകാം. നാളെ ഇനി വരുമെന്ന് തോന്നില്ല മോളെ. എന്താന്ന് വെച്ചാ നേരത്തെ ഞാൻ വൈകിയോ? ഇല്ല, എഴുന്നള്ളത്ത് കുറച്ച് കഴിഞ്ഞിട്ട് മതിയായിരുന്നില്ലേ? ക്ഷമിക്കല്ലേ പൊന്നെ, നമ്മുടെ പാവം റപ്പായി പോയില്ലേ? ടൈം കീപ്പ് ചെയ്യണ്ടേ? ആ ഡോക്ടർ സോമന്റെ ക്ലിനിക്കിൽ പോയതാ. അയാളുടെ കയ്യിൽ ഊരാൻ പെട്ട പാട്. കാത്തിരിപ്പ് സഹിക്കാമായിരുന്നു.
അവരുടെ വൃത്തികെട്ട കമന്റ് നാശം. ആരാ അവർ? ആവോ, ആർക്കറിയാം. നീ വല്ലതും പറഞ്ഞോ? ചെരുപ്പൂരി ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചതാ ഞാൻ. ഏതായാലും അങ്ങനെയും സംഭവിച്ചില്ലല്ലോ. നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാം. പിന്നെ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇത് തരാൻ വേല കഴിഞ്ഞിരിക്കട്ടെ. അല്പ സ്വകാര്യാണ്, ചെവി പറയാം. ഇവിടെ വേണം. നിന്നെ തന്നെ. എന്താണ് കേട്ടാ? അറിയില്ല, നീ ഇവിടെ നിൽക്ക്. വണ്ടി നിർത്താൻ പറഞ്ഞാൽ നിർത്തിക്കൂടാ, അല്ലടാ? സാർ, ഞാൻ ഏതാണ് ഈ പെൺകുട്ടി? അത് എന്റെ ഭാര്യയാണോ? അല്ല, പിന്നെ എന്റെ ഗേൾഫ്രണ്ട്. പച്ച മലയാളത്തിൽ പറഞ്ഞ കാമുകി. നല്ല തറവാട്ടി പറഞ്ഞ പെൺകുട്ടികളെ കറക്കിയെടുത്ത് ബൈക്കിന്റെ പുറകിലിരുത്തി നഗരം ചുറ്റി നടക്കലാണ് നിന്റെ ജോലി, അല്ലേ? എന്താണെന്ന് പറയാത്തെ? നീ ടൗണിൽ എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഏതായാലും കൈ കിട്ടിയല്ലോ. എടാ കഴിവേറിയുടെ മോനെ, നിനക്കെന്നെ ഇത്ര സംസാരിച്ചിട്ട് മനസ്സിലായില്ലേ? ഇത് ഞാനാണ് വിജയരാജ്. എടാ, നീയാണോ? ഈ വേഷത്തിൽ കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്ന് മുതൽക്കാടാ ഈ കാക്കിക്കുള്ളിൽ കയറി പറ്റിയത്? വർഷങ്ങളായടാ, 3 മാസമായി ഇവിടെ വന്നിട്ട്. അത് പോട്ടെ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഇങ്ങനെ കഴിഞ്ഞുകൂടെയാണ്. ലതേ, ഇവരെന്റെ കോളേജ് മീറ്റാണ്. വിജയരാജ്, ടൗൺ CA ആണ്. ഹലോ. ഹലോ. ഇത് ലത. ആ, കൂടുതൽ പറയണ്ടല്ലോ. വേണ്ട വേണ്ട, കണ്ടപ്പോ തന്നെ കാര്യം പിടികിട്ടി. ലതേ, ഇവനെ ശരിക്ക് പിടിച്ചോളണം. ആളും മഹാവില്ലനാ, ഉതറിപ്പോയിക്കളയും. ആ, വൈകിട്ട് നീ എന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഒന്ന് വാ. മറ്റു വിശേഷങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം. വരാം. പിന്നെ നീ സ്റ്റിൽ ബാച്ചിലർ. ലതയ്ക്കും വരാം. ഇനി ക്ഷണിച്ചില്ലെന്ന് പറയരുത്. ഓക്കെ. ആ, ബൈ. ഓക്കെ. ബൈ. ഓക്കെ. താങ്ക് യു രഞ്ജിത്ത്. Another pose, please. Beautiful. ഈ സ്റ്റിൽസ് നാളെ മോർണിംഗിൽ തരണം. തരാം. നാളെയല്ലേ ജൂലി ബോംബെക്ക് പോകുന്നത്? അതെ. എയർപോർട്ടിൽ പോകുന്ന വഴി ഇങ്ങോട്ടൊന്ന് കയറും. ഞാൻ പ്രിന്റ് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് പോസ്. ഗുഡ്. I love you. I love you. Mr. Ranjit? Oh, sorry. Just a minute. Hi, Julie. ഹലോ. What is the position of today's work? Working is going on fine. The girl is modeling. Tomorrow I am going to Delhi by first flight. Oh,
Are you coming along with me? No, sir. Bye. ജൂലി, എനിക്ക് അത്യാവശ്യമായി ഇദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് പോകേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് നാളെ കാണാം. ആ. ഓക്കെ, ബൈ. ബൈ. ഹലോ, താനിവിടേക്കാ? ടൗൺ ഹാളിലേക്ക്. ബൈക്കില്ലേ? അവന് മേജർ ഓപ്പറേഷൻ മസാപ്പി കയറ്റിയിരിക്കുക. ടൗൺ ഹാളിൽ എന്താ? ഒരു പ്രോഗ്രാം ഉണ്ട്. എന്നാ കയറ്, കൊണ്ടുപോയിടാം. മെസ്സേജ് തന്നാ മതി. എല്ലാം ഒരുമിച്ച് തരാം ഞാനേ. ടൗൺ ഹാളിൽ എത്ര മണിക്കാ പ്രോഗ്രാം? 6:30. ഏതായാലും ഒരു കാപ്പി കഴിച്ചിട്ട് പോവാം. ഓക്കെ, എന്നാ വിട്. നമുക്ക് അവിടെ ഇരിക്കാം. I'm just an empty shell with nothing for tomorrow. ചായ. നമുക്ക് പോവാം. So the world ഇങ്ങോട്ട് വാ. അടിച്ചതല്ല തട്ടിയതങ്ങനെ. എന്റെ கடவுளே, என்ன பிரமாதமான கை. டே இங்க பாரு, இது சூரிய மண்டலம். இந்த ரேக தேய்மானம் வந்தாச்சு. ஆனா வருமானம் நന്നായി கிடைக்கும். கஷ்டகாலம் எல்லாம் போச்சு.
അടി ഇടി തട്ട എല്ലാം നന്നായി കിടക്കും. താൻ പോടോ. നിനക്കല്ല, പുറമേ ഉള്ള ആൾക്കാർക്ക്. ആഹാ. വിനോദേ, നീ ഇന്ത രേഖപ്പാര്. താൻ മലയാളത്തിൽ പറയടോ. അയ്യോ, തമിഴ്നാട്ടിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് കേരളാണല്ലേ, അത് മലയാളത്തിൽ പറയാം. ഈ ആയുർരേഖ കൊണ്ടാണ് നീ പറ്റിച്ചോ? അല്ല, തപ്പിച്ച് രക്ഷപ്പെടണത്. ആ. ഈ രേഖയില്ലെങ്കിൽ നിന്നെ അവര് തല്ലിക്കൊണ്ടാനെ. ഉം. ആ പെണ്ണിന്റെ നല്ല മനസ്സുകൊണ്ടാ നീ ഇപ്പൊ ചാവാണ്ട് കിടക്കണേ. ആരാണെന്ന് മനസ്സിലായ? ഉങ്കൈ കാതലി ലത. വിനുവേട്ടാ, നിനക്ക് 100 വയസ്സ് വേണ്ട, 120. പറഞ്ഞ് നാക്കെടുത്തില്ല, അപ്പോഴേക്കും നീ വന്നു. എന്ത് പറ്റി വിനുവേട്ടാ? ഒന്നുമില്ലടോ, വെറുതെ ഞാൻ നിങ്ങൾ തിരിഞ്ഞു തന്നെ ഇതിനൊപ്പം ഇങ്ങോട്ട് തിരിഞ്ഞേ. ഒരു പെണ്ണൊന്നും നീച്ചിട്ട് അല്ല, ഞാൻ അറിഞ്ഞു. ഇന്നലെ റെസ്റ്റോറന്റ് വെച്ച് അടിപിടി ഉണ്ടാക്കിയല്ലേ? എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? അധർമ്മം എവിടെ കണ്ടാലും അതിനെ നേരിടണം. അതാണ് നമ്മ വാദ്യാരി നമുക്ക് ചൊല്ലി തന്നത്. തെരിയുമാ? ഉനക്ക് തെരിയുമാ? വല്ലതും പറ്റിയോ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അവന്മാർക്കിട്ട് കൊടുത്ത ഇടിയുടെ റിയാക്ഷനായി കാണുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയൂ. സമ്മതിക്കോ? പറയടോ. സമ്മതിക്കോ? ഉം. എന്നാലേ ഞാൻ ഈ കുട്ടിയുടെ മൃദുല കോമളമായ ഈ കൈയൊന്ന് നോക്കട്ടെ. വേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ പിന്നെന്താ ചെയ്യണ്ടേ? താൻ പോയി പാത്രം കഴുകി ചായ ഉണ്ടാക്ക്. ഞാൻ ഇവിടെ വീട്ടുവേലയ്ക്ക് ഒന്നൊന്നല്ല. ആ കുരങ്ങനെ കൂടെ കൂട്ടിയിട്ട് തന്റെ സ്വഭാവം ചീത്തയിട്ടാ. ലത ഇരിക്കും. ഇല്ല, ഞാൻ പോവാണ്. ഓഫീസിലെത്താൻ സമയം വൈകും. ഞാൻ നാളെ വീട്ടിലേക്ക് വരാം. അങ്ങനോട് പറഞ്ഞേക്കൂ. ഓക്കെ, സീ യു. See you. തീപ്പെട്ടിലാണ് ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു കായിക താരത്തിന്റെ അഡ്രസ് ഉണ്ടായിരുന്നോണ്ടാണ് ഈ യൂണിഫോം എനിക്ക് കിട്ടിയത്. ഒരു പോലീസുകാരനായിട്ട് നാട്ടുകാരെയൊക്കെ വിറപ്പിക്കണമെന്ന് ചെറുപ്പം മുതൽക്കുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ ഇപ്പൊ സത്യത്തിൽ നാട്ടുകാർ എന്നെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജോലികൾക്കും അതിന്റേതായ പ്രശ്നങ്ങളുണ്ടാ. ഓരോ ദിവസവും ഞാൻ എത്ര പേരുടെ കാല് പിടിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? കണ്ടോ, സ്റ്റേഷനിലായിരിക്കും വല്ല കൊലപാതകമോ ബലാത്സംഗമോ വാർത്തയെടുപ്പുണ്ടാവും. അതെ, എന്താണ്? കിട്ടിയോ? എസ് ഐ ഇല്ല അവിടെ? ശരി, ഞാനിപ്പോ വരാം. സോറി വിനോദ്, എനിക്ക് അടിയന്തരമായ സ്റ്റേഷനിൽ ചെല്ലണം. ശരി, എന്നാ പിന്നെ കാണാം. ഓക്കെ. നീ അല്ലടാ ഇന്റർനാഷണൽ കുറ്റവാളി കനകരാജ്? എന്നെ സാർ, ഞാനൊരു അപ്പാവി, കൈനോട്ടം, ഒരു പാവം ഗൈനക്കോളജി സ്പെഷ്യലിസ്റ്റ്. സത്യം പറയണം, ഇല്ലെങ്കിൽ ഇടിച്ചു പിഴിഞ്ഞ് നിന്നെ എണ്ണ കാച്ചു. ഷോപ്പിംഗ് സെന്ററിന്റെ അടുത്ത് കണ്ട ശവശരീരം നീ വന്ന പെണ്ണിന്റെ അല്ലേ? എന്താണ് നോക്കി നിൽക്കുന്നേ? നാവിക്കുണ്ട് കുറെ. ഇടിക്കാൻ വരട്ടെ. സാറ് പറഞ്ഞ എല്ലാ കുറ്റവും ഞാൻ ഏറ്റു. പോരെ, സന്തോഷായില്ലേ? ഇടുക്കി ഇടുക്കി, എല്ലാരും കൂടി ഇടുക്കി കൊല്ലുണ്ട്. കൊല്ല്. ഇതുവരെ നടന്ന എല്ലാ കൊലപാതകങ്ങളുടെയും പ്രതി ഇവനാണ് സാർ. എല്ലാ കുറ്റവും ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ശരിയാണോ? വളരെ ശരിയാണ്. ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്ത് വെച്ചാണ്. ലേഡീസ് ഹോസ്റ്റലിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇവരെന്നെ അറസ്റ്റ് ചെയ്തത്. അതല്ലേ ഇപ്പൊ സാർ പറയാൻ തന്റെ പേരെന്താ? അപ്പുക്കുട്ടൻ മുരുകദാസ്. താൻ എവിടെയാ താമസം? കോർപ്പറേഷൻ ഓഫീസിന്റെ അടുത്താ. അന്ത മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വിനോദിന്റെ കൂടെ താമസം. താൻ ആരുടെ ഫ്രണ്ടാണെന്നാ പറഞ്ഞത്? വിനോദ്? ആമാ സാർ, വിനോദ്. യെസ്. മിസ്റ്റർ മാത്യൂസ് ഓഫീസിലേക്ക് ഒന്ന് വരൂ. ഇപ്പൊ എന്തായി? ഇപ്പൊ സമാധാനം ഇല്ലല്ലോ. പിടിച്ചു വലിക്കല്ലോ നിന്നെ. എന്ത് ചെയ്യാൻ കഴിഞ്ഞേ? ഹലോ, ഞാൻ നിന്റെ താവളം ഒന്ന് കാണാൻ ഇറങ്ങിയതാ. എങ്ങനെ മനസ്സിലായി? ഞാനൊരു പോലീസുകാരനല്ലേടോ. ഇരിക്കെ. വിശേഷങ്ങൾ പറയൂ. നീ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നേ? അല്ല, എന്റെ നാട്ടുകാരൻ കൂടെ ഉണ്ട്. എന്താ അയാളുടെ പേര്? മുരുകദാസ് ഏലിയാസ് അപ്പുക്കുട്ടൻ. ആളെങ്ങനെ? ഇന്നസെന്റ് ആണ്. കുറെ നാൾ മദ്രാശിയിലായിരുന്നു. എന്താ കാര്യം? ഒരു ചെറിയ അബദ്ധം പറ്റിയെന്ന് കൂട്ടിക്കോ. സത്യത്തിൽ അബദ്ധമല്ല, മറ്റൊരു പ്രതിയാണെന്ന സംശയത്തിൽ ആളെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. നിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞു. രാത്രിയിൽ അയാൾ വരായിരുന്നപ്പോ ആള് സ്ഥലം മുട്ടുന്ന ഞാൻ വിചാരിച്ചത്. ഏതായാലും നീ സ്റ്റേഷനിലേക്കൊന്ന് വരണം. വരാം. ആ, ഞാൻ അല്പം തിരക്കിലാണ്, ഞാൻ പോകുന്നു. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ? ഓക്കെ. अंदर से कोई बाहर न जा सके, बाहर से कोई अंदर न आ सके, हम तुम एक कमरे में बंद हो.
നിർത്തി. തന്റെ ഒരു പാട്ട്, ഇത് പോലീസ് സ്റ്റേഷനാണ്. ബാസാബ് ഓന്റെ ട്രൗസർ ഇട്ടുള്ള നിപ്പ് കണ്ടപ്പോ ഞമ്മൾ വിചാരിച്ചത് ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അതാണ് പടച്ചോന്റെ ഒരു കുതിരത്ത്. സി ഐയിലെ അകത്ത്. നിങ്ങൾ ആരാണ്? ഞാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. അകത്തുണ്ട്. അല്ല ഞമ്മളൊന്ന് അകത്തേക്ക് പോയിക്കോട്ടെ. ഞാൻ പുറത്തേക്ക് വരട്ടെ, അപ്പൊ നിനക്ക് ശരിയാക്കി തരാനാ പറ്റി. ഡ്രൈവർ വന്നോ? ആ, പേപ്പേഴ്സ് എല്ലാം കിട്ടിയോ? എന്നാ വണ്ടി വിട്ടു കൊടുത്തോളൂ. ആ, വരൂ, ഇരിക്കൂ. അസ്സലാമലൈക്കും. ഇദ്ദേഹത്തെ മനസ്സിലായില്ലേ? ഇതെന്റെ ഹൗസ് ഓണറാണ് അസീസ്. ഹേമേലെ കിരായദാർ. കൃഷ്ണൻകുട്ടി, ഇദ്ദേഹം നോർത്ത് ഇന്ത്യനാണോ? ഇല്ല, ശുദ്ധ മലയാളിയാണ്. കുറച്ചു വർഷം ബോംബെയിലായിരുന്നു. കുറച്ച് വർഷമല്ല, 17 സാൽ, 17 വർഷം. ഇളന്നി വെട്ട്. ആ മുരുകദാസിനെ ഇങ്ങ് പറഞ്ഞേക്കൂ. യെസ് സർ. ആ, ഒരു 5 മിനിറ്റ്. ഈ ഷർട്ടിന്റെ ഉള്ളിൽ 3 രൂപ ഉണ്ടായിരുന്നല്ലോ, അത് പൊക്കിയില്ലേ? കാശെടുക്കാൻ ഇവനെ പോലൊരു മിടുക്കൻ. അയാളെ പേടിച്ചിരിക്കുകയാണ്. ഞങ്ങളൊന്ന് വിരട്ടി. ഞാനുടനെ എത്തിയതുകൊണ്ട് തല്ലിന്റെ എണ്ണം കുറഞ്ഞു. സാരമില്ല, കാര്യമായിട്ടൊന്നും അവർ ചെയ്തില്ലേ. സാറേ ഞാൻ വന്നു. ക്ഷമിക്കണം മിസ്റ്റർ അപ്പുക്കുട്ടൻ, ഞങ്ങൾ പോലീസുകാർക്ക് പലരെയും ചോദ്യം ചെയ്യേണ്ടി വരും. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ആ സാറേ, ഇവനെ സംബന്ധിച്ചിടത്തൊരു ബുദ്ധിമുട്ടല്ല, ഇതൊക്കെ പിന്നെ വളരെ സന്തോഷമുള്ള കാര്യ. ഇവന് 2 എണ്ണം കിട്ടിയാലേ ഞമ്മക്ക് ഉറക്കം വരുള്ളൂ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നോക്കില്ല, ഒറ്റ ചവിട്ടി ചവിട്ടി കടവരന്റെ അടിഭാഗം കൂടിയടാ. സാറേ കണ്ടോ കണ്ടോ കണ്ടോ, ഇതാണ് ഇവന്റെ സ്വഭാവം. മോനെ ഇങ്ങോട്ടൊക്കെ, എന്തിനാ അവനെ നമ്മളിപ്പോ ജാമ്യത്തിന് എടുക്കുന്നത്? ഇപ്പൊ എന്താ അവന്റെ കല്യാണം ഉണ്ടോ? ഇവിടെ കിടക്കട്ടെ. സാറേ ഇങ്ങോട്ട് നോക്കി, ഇതിന്റെ അകത്ത് ഒരു 10 കൊല്ലം പിടിച്ചിട്ട് ഇന്നാലേ അവൻ പഠിക്കുള്ളൂ. ഇവൻ അതൊന്ന് പഠിക്കണം. എനിക്ക് പിന്നെ ഒരു കേസും കൂടെ അവിടെ ഇരിക്കും, നമ്മൾ ഇഷ്ടമാതിരി. നടുപ്പുറത്ത് കുത്തി. എവിടെ വന്ന് കള്ളക്കളി കള്ളക്കളി സമ്മതിക്കില്ല. ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്കിന് ഞാനില്ല. ഇല്ലനോ, സത്യമായി ജയിച്ചേട്ടി ഞാൻ കളത്തിന് എടുത്തതല്ല. അതെ അതെ, കളത്തിന് എടുത്ത് തന്നെയാ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. നീ ഇരിക്കേ, നമുക്ക് 2 കളും കൂടെ കളിക്കാം. വേണ്ട, ഈ കളിക്കിന് ഞാനില്ല. കളിക്ക് പിന്നെ ഇനി ഞാൻ കളിക്കണമെങ്കിൽ ചേച്ചി എന്റെ കയ്യിൽ വെച്ച് സത്യം ചെയ്യണം കള്ളക്കളി കളിക്കില്ലെന്ന്. സത്യം. ചേച്ചി, ഒരു സന്യാസി വരുന്നു. നീ അകത്തേക്ക് വയ്ക്കോ, പോലീസിന്റെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന വല്ല കള്ളന്മാരും ആയിരിക്കും. ഏയ്, കണ്ടിട്ട് പാവത്താനെ പോലുണ്ട്. ഡോക്ടർ മീരയുടെ വസതി ഇത് തന്നെ? അതെ. വിനോദ് ചൊല്ലിയിട്ട് വന്നതാണ്. നിങ്ങൾ തമിഴനാക്കുമാ? നിങ്ങൾ മലയാളത്തിൽ പേശാൻ കേട്ടാ? എന്നാ അങ്ങനെ ആവട്ടെ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, അകത്തേക്ക് ഇരിക്കുന്നില്ല, ഇരിക്കുന്നതിന് തിരക്കുണ്ടേ. ഇതാണ് കാർഡ്. ഡോക്ടർ മീരയുടെ കയ്യിൽ തരാൻ വിനോദ് പറഞ്ഞു. ഇത് സിറ്റിസൺ ക്ലബിന്റെ ന്യൂ ഇയർ ക്ലബിന്റെ സിറ്റിസനാണ്. ഡോക്ടർ വരാതിരിക്കരുത്. നീയും വരണട്ടാ, ഞാൻ കാത്തിരിക്കും. വരാ. കൂട്ടുകാരെല്ലാരും വന്നില്ലേ? ഇല്ല. ഹലോ ഡോക്ടർ, ഹൗ ആർ യു? ഫൈൻ. അങ്ങോട്ടിരിക്കാം. അവിടെ വേണ്ട, ഇവിടെ നിൽക്കാം. അതെന്താ? ഹലോ. ആ, രഞ്ജിത്ത്, ഇത് ഡോക്ടർ മീര. ഞാൻ ഡോക്ടറെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. ഇവൾ ഡോക്ടറുടെ സിസ്റ്റർ അനു. ഹലോ. രഞ്ജിത്ത് ഫേമസ് ഫോട്ടോഗ്രാഫറാണ്.
ഇന്നത്തെ കലാപരിപാടികളിലെ അടുത്ത ഇനം മിസ് ലതയുടെ നൃത്തം. വിഭാതം വരുന്നിതാ പഴമകൾക്കു വിട പറഞ്ഞു നവസുമങ്ങൾ മധുചൊരിഞ്ഞു ഹാപ്പി പുതിയ ലഹരിതൻ പ്രഭാതം വിഭാതം വരുന്നിതാ പഴമകൾക്കു വിട പറഞ്ഞു നവസുമങ്ങൾ മധുചൊരിഞ്ഞു ഹാപ്പി പുതുവർഷമെഴുന്നള്ളും നേരം ദും താളമുണ്ട് ധിമി 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 മേളമുണ്ട് പുതുവർഷമെഴുന്നള്ളും നേരം ജനുവരിക്ക് ജന്മഗീതം പാടിനാൾ ഇന്നലത്തെ മോഹഭംഗമൊക്കെ മാറ്റി ദുഃഖമാറ്റി പാടും വിഭാതം വരുന്നിതാ പുതിയ ലഹരിതൻ പ്രഭാതം വിഭാതം വരുന്നിതാ പഴമകൾക്കു വിട പറഞ്ഞു നവസുമങ്ങൾ മധുചൊരിഞ്ഞു ഹാപ്പി എതിരേൽക്കാൻ രജനി സഖി പോകും പനിമതിയുടെ പറവച്ചും പറയത് നിറകതിർ വച്ചും എതിരേൽക്കാൻ രജനി സഖി പോകും മതിമറന്നു കുരവയിട്ടു തന്നിടാം ചെറുതകർന്നു നന്മ നേർന്നു നിന്നിടാം മാനുഷങ്ങളൊന്നു ചേർന്നു ഭക്തരായി വന്നു ചേർന്നു വിഭാതം വരുന്നിതാ പുതിയ ലഹരിതൻ പ്രഭാതം വിഭാതം വരുന്നിതാ പഴമകൾക്കു വിട പറഞ്ഞു നവസുമങ്ങൾ മധുചൊരിഞ്ഞു ഹാപ്പി ഇതിന് തൽക്കാലം പോകേണ്ടെന്ന് വെക്കാം. അത് പറ്റില്ല. നാഷണലൈസ്ഡ് ബാങ്കിൽ ജോലി കിട്ടുകയെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നോട്ട് സില്ലി. സുഖമില്ലാതിരിക്കുമ്പോ ഡാഡി എങ്ങനെയാ കൂടെ വരിക? വിനോദാണെന്ന് തോന്നുന്നു. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. നീ തടസ്സമൊന്നും പറയരുത്. എന്ത് പറ്റി അങ്കിൾ? ഹേയ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ചെറിയ ചെസ്റ്റ് പെയിൻ. ആ, വിനോദ് വന്നത് നന്നായി. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താണ്? ഇവൾക്ക് തിരുവനന്തപുരത്ത് ഒരു ഇന്റർവ്യൂ ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിലാ. ഞാൻ കൂടെ പോകാമെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്റെ ഈ കിടപ്പ് കണ്ടപ്പോ ഇവൾ പോയില്ല എന്ന് പറഞ്ഞു നിൽക്കുക. ഈ കാരണം പറഞ്ഞ് ഇവളുടെ ഭാവി കളയാൻ പറ്റുമോ? വിനോദിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഇവളുടെ കൂടെ തിരുവനന്തപുരം അവരൊന്ന് പോണം. എന്താ, പോവാൻ പറ്റുമോ? വിനുവേട്ടനെ വെറുതെ വിഷമിപ്പിക്കണ്ട ഡാഡി. ഞാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. എന്നെ ഓർത്ത് നീ വിഷമിക്കണ്ട.
നീ വരുന്നത് വരെ ഞാൻ ആ പ്രഭാകരന്റെ മകനെ വിളിച്ചു നിർത്തിക്കോളാം. വിനോദിന്റെ അഭിപ്രായം എന്താ? നാളെ കമ്പനിയുടെ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ വരെ യാത്ര ഉണ്ടായിരുന്നു. മോൻ വിഷമം പറയരുത്. ഇവൾക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ എനിക്ക് മനസ്സമാധാനത്തോടെ മരിക്കാമല്ലോ. ശരി, ഞാൻ പോകാം. ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലേ? രഞ്ജിത്ത്, അന്ന് ന്യൂ ഇയർ പ്രോഗ്രാമിന് ഓ, മനസ്സിലായി. ഞാൻ ഡോക്ടറെ കാണാൻ വന്നതാ. വരൂ, അകത്തിരിക്കാം. ഡോക്ടറുടെ അനിയത്തി ഇവിടെ ഇല്ലേ? ഇല്ല, അവൾ കോളേജിൽ നിന്ന് വന്നില്ല. ഇരിക്കൂ. അന്നത്തെ ഫംഗ്ഷൻ എടുത്ത ഫോട്ടോസാണ്. ബ്യൂട്ടിഫുൾ. ഈ ഫോട്ടോ വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ ഒരു എല്ലാജർ കോപ്പി എനിക്ക് തരണം. തരാം. ഇതെല്ലാം തിരിച്ചു വേണോ? ഏയ് വേണ്ട, ഞാനിതെല്ലാം ഡോക്ടർക്ക് വേണ്ടി കൊണ്ടുവന്നതാ. താങ്ക്സ്. ഡോക്ടർക്ക് തിരക്കില്ലെങ്കിൽ എനിക്കൊരു പേഴ്സണൽ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. തിരക്കൊന്നുമില്ല. രഞ്ജിത്തിന് എന്താ പറയാനുള്ളത്? ഡോക്ടർ, കുറെ കാലമായി ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലാണ്. എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. തെറ്റിൽ നിന്ന് തെറ്റുകളിലേക്ക് അതിനെ വലിച്ചിഴക്കുകയാണ്. ഞാനത് ഡോക്ടറോട് എങ്ങനെയാ തുറന്നു പറയുക? രഞ്ജിത്തിന് എന്നോട് എന്തും തുറന്നു പറയാം. കുറെ വർഷങ്ങളായി ഞാൻ വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും അകന്ന് ഈ നഗരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. സ്വന്തക്കാരില്ല, മറ്റ് ബന്ധങ്ങളില്ല. ചുരുക്കത്തിൽ ഞാൻ ഏകനാണ്. പക്ഷേ ചില സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് അവരോട് ചില പ്രത്യേകതകൾ തോന്നാറുണ്ട്. അവരുമായി പരിചയപ്പെടാനും ഇടപഴകാനും എന്റെ മനസ്സ് കുതിക്കാറുണ്ട്. ബോധപൂർവം അവരെ തനിച്ചു കാണാൻ ഞാൻ സന്ദർഭങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ അവരോട് പറയും, ഐ ലവ് യു. പിന്നീട് എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഞാൻ അവരെ കൊല്ലും. ഐ ലവ് യു ഡോക്ടർ. ഐ ലവ് യു ഡോക്ടർ.
ചേച്ചി ചേച്ചി 615. താങ്ക് യു. വാ. അങ്ങോട്ട് മാറി നിൽക്കണടാ. ആ, ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഉടനെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. യെസ് സാർ. അനു അല്ലേ? എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇരിക്കൂ. ഇരിക്കൂ. എന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി പറയണം. നിങ്ങളുടെ പരിചയക്കാരെന്ന നിലയിൽ ഇവിടെ ആരൊക്കെ വരാറുണ്ട്? ഞങ്ങൾ അനുവിനെ സഹായിക്കാനാണ് വന്നത്. കരയാതെ മറുപടി പറയൂ. അയാൾ ആരാണ്? ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അയാളുടെ കൂടെ മറ്റാരെങ്കിലും ഇവിടെ വരാറുണ്ടോ? ഇല്ല. ഡോക്ടർ മീരയോട് ആർക്കെങ്കിലും ശത്രുത ഉള്ളതായിട്ടറിയാമോ? ഇല്ല, എനിക്കറിയില്ല. അനുവും വിനോദമായിട്ട് എങ്ങനെ? ഐ മീൻ ലവ്? ഇല്ല, അങ്ങനൊന്നില്ല. അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഡോക്ടർ മീരക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. സോറി, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആട്ടെ, വിനോദ് ഇവിടെ അവസാനമായി വന്നത് എന്നാണ്? അത് ആ, പറയൂ. ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോ വിനോട്ട് എവിടുന്ന് പോന്നു കണ്ടു. I see. ഇത് പ്രത്യേകം മാർക്ക് ചെയ്യണം. പോകുമ്പോ നിങ്ങളോട് സംസാരിച്ചു? ഇല്ല, എന്നെ കണ്ടില്ല. നിങ്ങളെ കണ്ടിട്ടും മനഃപൂർവ്വം ഒഴിവാക്കി പോയതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ ഒക്കുമോ? ക്വസ്റ്റ്യൻ ചെയ്തോ? സർ, എവിഡൻസ് വല്ലതുണ്ടോ? ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ. ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് സാർ. ആരാണ്? I see. ലേഡി ഡോക്ടർ കൊല ചെയ്യപ്പെട്ടു. നഗരത്തിലെ പ്രശസ്ത സൈക്കാട്രിസ്റ്റായ ഡോക്ടർ മീര സ്വന്തം മുറിയിൽ അതിദാരുണമാം വിധം കൊല ചെയ്യപ്പെട്ടു. മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വിനോദിനെ പോലീസ് സംശയിക്കുന്നു. എടോ, ആ 615 താമസിക്കുന്ന പാർട്ടിയില്ലേ? ആര്? ആ പെണ്ണിന്റെ കൂടെ അയാളാണോ എന്ന് എനിക്കൊരു സംശയം. ചിലപ്പോ അതാവാൻ വഴിയുണ്ട്. എന്നാ പോലീസിൽ അറിയിച്ചാലോ? അതാ നല്ലത്. ാണ് സാർ. ശരി, നിങ്ങൾ വരും. ശരി സാർ. ആ, താൻ സ്റ്റെയർകേസ് വഴി വരൂ.
വരൂ. ഓ ആ മുറിയിൽ നോക്കൂ. ശരി സാർ. ഞാൻ ഈ കൈ എന്താണോ അത്? ഏ വിടോളോ. കൊലപാതകം നടന്ന ദിവസം വിനോദ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? தெரியாது സത്യം തുറന്നു പറയുന്നതാണ് തനിക്ക് നല്ലത്. അവനിപ്പോ എവിടെ ഉണ്ടെന്നറിയാമോ? தெரியாது സാർ. അപ്പുകുട്ടൻ, നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചാൽ മതി. സാറേ ഇങ്ങോട്ട് ഏൽപ്പിച്ചേ, ഇവനെ കുറിച്ച് ശുദ്ധ മലയാളം ഞാൻ പഠിപ്പിക്കാം. എന്തിനാ ഈ സാറിനെ ഏൽപ്പിക്കണേ? ശുദ്ധമായിട്ടുള്ള മലയാളം ഞാൻ പറയാം. കസ്റ്റഡി എടുത്തേക്കൂ. ശരി സാർ. വാടാവേ. കൈമ നടക്കണം. പിടിച്ചിരിക്കില്ലേന്നും അതങ്ങ് കുഴ തെറ്റിയാണ്ടല്ലോ. പിന്നെ ഒരു വശം വിട്ടു. എന്താ മിസ്റ്റർ വിജയരാജ്, ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് പോലും ചീത്തപ്പേരുണ്ടാക്കുന്നതാണ്. ഷെയിം. നിങ്ങളുടെ മൂക്കിന് താഴെ വെച്ചാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. എന്നിട്ട് കൊലയാളി മറ്റൊരു പെൺകുട്ടിയും കൂട്ടി രക്ഷപ്പെട്ടിരിക്കുന്നു. ഓ ഗോഡ്, ഇനി ആ കുട്ടിയുടെ ശവം കൂടി കാണേണ്ടി വരുമല്ലോ എന്നാണ് എന്റെ പേടി. എത്രയും പെട്ടെന്ന് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തില്ലെങ്കിൽ അതൊരു പക്ഷെ നിങ്ങളുടെ കരിയറിനെ തന്നെ ബാധിച്ചേക്കും. സർ, വിനോട്ടാ, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കില്ലേ? എനിക്കൊരു അപകടം വരില്ല, ഞാൻ പറഞ്ഞില്ലേ. എന്തോ എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. പക്ഷെ എനിക്ക് ഭയമില്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഏതായാലും നീ വീട്ടിലേക്ക് വയ്ക്കോ. ആ. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ വിചാരിക്കുന്നു. ഞാൻ നിരപരാധിയാണെന്ന് വിജയരാജനെ ബോധ്യപ്പെടുത്തും. ഉം. നടക്ക്. നീ എവിടെയായിരുന്നു? നീ എവിടെയായിരുന്നു? പറഞ്ഞില്ലല്ലോ. എന്റെ ജീവിതം നായി നോക്കിട്ടാ എനിക്ക് സന്തോഷമായി ഇപ്പൊ. നീ പെട്ടി എന്റെ കാലി പെട്ടി. ആ എന്റെ പിശാശില്ലേ അസീസ് ഖാൻ, അയാൾ എന്റെ എല്ലാ സാധനം എടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. ഞാൻ പോവാണ്. ഇനി എന്തെന്നിട്ട് കാര്യം? പോവാ. എവിടേക്ക്? എനിക്കെന്നെ അറിയില്ല. പിന്നെ പോലീസ് നിന്നെ അന്വേഷിച്ച് 2 പ്രാവശ്യം വന്നു കേട്ടോ വീട്ടില്. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നത്. എതുക്ക്? നിന്റെ ഫ്രണ്ടില്ലേ വിജയരാജ്, അയാൾ നിന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ നടക്കുക. പോലീസ് ഒരു നിമിഷം മുമ്പ് നീ രക്ഷപ്പെട്ടോ? ആ ഡോക്ടറുടെ അനിയത്തില്ലേ അനു, അവളാ നിന്നെ ഒറ്റ കൊടുത്തത്. ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും വിനോദാണ് ഈ കൃത്യം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കില്ല മിസ്റ്റർ വിജയരാജ്. അങ്ങനെ ഞാനും കരുതിയതാണ്. പക്ഷേ കിട്ടിയ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ വിനോദിനെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മിസ്റ്റർ മേനോൻ വിനോദിനെ ഒരു മകനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് വെച്ചുകൊണ്ട് അയാൾ ഈ കൊല ചെയ്തിരിക്കാൻ ഇടയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അനുവിന്റെ മൊഴി അനുസരിച്ച് വിനോദാണ് ഡോക്ടർ മീരയെ കൊന്നിരിക്കുന്നതെന്ന് വ്യക്തം. ഇല്ല ഇല്ല, വിനോദൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം വിനോദനെ. സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിഷേധിച്ചാൽ സത്യം സത്യമല്ലാതാകില്ലല്ലോ. എനിക്ക് ലതയോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ലത അവനുമായി ഇനിയും ബന്ധപ്പെടരുതെന്നാണ് എന്റെ അഭിപ്രായം. വിനോദ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് ലതയ്ക്കറിയാമോ? എനിക്കൊന്നും അറിഞ്ഞൂടാ. സാറേ, ഇവൾക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഈ വിവരം അറിഞ്ഞ പിന്നെ ഇവൾ ആകെ തകർന്നിരിക്കുകയാണ്. ഏതായാലും ഈ കേസന്വേഷണത്തിൽ നിങ്ങളുടെ സഹായം കൂടിയേ കഴിയൂ. വിനോദിനെ കുറിച്ച് വല്ല വിവരം കിട്ടുകയോ അയാളുടെ വരികയോ ചെയ്താൽ ഞങ്ങൾക്കുടനെ വിവരം തരണം. ആ, ഇവിടെ നിർത്ത്. എത്രയാ? 5 രൂപ. അസീസ്ക, വിനുവേട്ടൻ എവിടെയുണ്ടെന്നറിയാമോ? ഇല്ല കുട്ടി, ഓനക്കാണെങ്കിൽ നമ്മളും ബേജാറായി നടക്കുകയാണ്. മുരുകദാസോ? ആ കള്ള എബിലീസിനെ അന്ന് തന്നെ നമ്മൾ ചവിട്ടി പുറത്താക്കി ഗേറ്റ് പൂട്ടുകയും ചെയ്തു. ഓൻ വന്നതിന് ശേഷമാണ് ഇവിടെ സാക്കൻ അൽക്കുലത്തുണ്ടായത്. മോള് സമാധാനമായിട്ട് പോയിക്കോ. വിനോദിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓൻ എവിടെ ഉണ്ടെങ്കിലും തേടി പിടിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു തരാം. പോമോളെ, പോമോളെ. പാവം കുട്ടി. ലത,
ലതേ 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 മിൻവേട്ടൻ വാതിൽ തുറക്ക്. പോലീസിന്റെ കണ്ണു വെട്ടിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ബഹളം വയ്ക്കാതിരിക്കില്ലേ? എനിക്കൊരു സ്വസ്ഥതയില്ല മിൻവേട്ട. മിൻവേട്ടനെ തെരഞ്ഞ് വിജയരാജ് ഇവിടെ വന്നിരുന്നു. നിങ്ങളെല്ലാം വിഷമിപ്പിക്കേണ്ടി വന്നതിലാണ് എനിക്ക് ദുഃഖം. വിനോദ്, നീ എന്തിനാ ഇപ്പോഴെങ്ങോട്ട് വന്നത്? നീ ഇവിടെ വരുന്നത് നിനക്കും ഞങ്ങൾക്കും ദോഷം ചെയ്യും. ശരിയാണ്, എന്നോട് ക്ഷമിക്കുമെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ വിഷമിപ്പിക്കില്ല. മോളെ ലതേ, അസീസ്ക, അസീസ്ക. ഇക്ക, ആരാണിത്? ഇങ്ങോട്ട് വരുന്നാരുന്നുണ്ടോ? ഇല്ല, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യക്ക. ഇന്ന് രാത്രി ഞാനിവിടെ താമസിക്കട്ടെ. മോനെ, ഞമ്മളൊരു ഇസ്ലാമാണ്, 4-ാം വേദക്കാരനാണ്. നേരെ വാ നേരെ പോ, അതോ ഞമ്മക്കറിയും. നീ ഒരു തെറ്റും ചെയ്തില്ലെന്ന് ഞമ്മക്ക് നന്നായിട്ട് അറിയാം. ഒരു ദിവസമല്ല, അന്റെ മരണം വരെ എനിക്ക് ഇവിടെ താമസിക്കാം. ഇത് എന്റെ പോരില്ല, അന്റെ പോരെയാണ്. വാ അകത്തേക്ക് വാ, അകത്തേക്ക് നടക്ക്. വാ, ഇങ്ങോട്ട് നടക്ക്. അനു, അനു നിൽക്ക്. അനു, നിന്നോട് എനിക്ക് ചില ചോദിക്കാനുണ്ട്. അനു, ഞാൻ പറയുന്നത് കേൾക്ക്. എന്താ അനു, എന്ത് പറ്റി? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. നീ ആരെങ്കിലും കണ്ട് പേടിച്ചോ? വിനോദൻ, വിനോദ് എന്താ വെച്ച്? ആ മതിലിന്റെ അവിടെ. അവൻ നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. നീയല്ലേ അവനെതിരായി സാക്ഷി പറഞ്ഞത്? നീ പേടിക്കണ്ട, വരൂ. ഈ ക്യാമറയും ബാഗും എന്റെ മുറിയെ കൊണ്ട് വെച്ചിട്ട് നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. വരൂന്ന്. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വരൂ. യെസ്, പോലീസ് സ്റ്റേഷൻ. CI ആണ് സംസാരിക്കുന്നത്. ആ, അനു കോളേജിൽ നിന്നും ഇതുവരെ വന്നിട്ടില്ലെന്നോ?
ചായ ഉണ്ടോ? രണ്ട് ചായ. നമുക്ക് പോവാം. ആരാണ് പടച്ചമ്പുരാനെ? വിനോദേ, ആരോ ബാധകം മുട്ടുന്നുണ്ട്. ആരാന്നറിയില്ല. ഇഞ്ചിൽ കഴിഞ്ഞ് അങ്ങോട്ട് മാറിയുന്നോ? നമ്മൾ ഈ ബാധ ഓർക്കാം. മോളാണോ? വെളുപ്പാൻ കാലത്ത് നമ്മളൊന്ന് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ബാ, വിനോദാകത്തുണ്ട്. ബാ. വിനോദേ, ദോ ധാരാ ബന്ധങ്ങളും നോക്ക് നോക്ക്. ലതേന്ദ്രൻ എപ്പോ ഇങ്ങോട്ട് വന്നത്? ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ? ഇത് കണ്ടോ? എന്താ പേപ്പറിനകത്ത് വല്ല ബിസിനസ് ഉണ്ടോ? അനുവിനെയും കൊന്നു. എന്താ ഈ കേൾക്കുന്നത്? ഏത് ഹമുക്കാണ് ഈ കണ്ണിച്ചോടില്ലാത്ത പണി ചെയ്ത് എന്റെ റബ്ബേ? ഓനൊക്കെ പോലീസ് പോലീസ് ഇവിടെ കാര്യം ചെയ്യേ. വടക്കപ്പുറത്ത് ബാല ഒന്ന് പോയിക്കോ. പോകണേ. എടാ, നീ എന്ത് വിട്ടിത്തമാണ് കാണിക്കുന്നത്? മറ്റുള്ളവരുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ? വിനോദ്, നീ ഈ ബാഗുമായി ഇങ്ങനെ നടക്കണ്ട. ഞാൻ ഇതുമായി മുമ്പേ പോകാം. വടക്കേ ചിറവഴി. നീ അങ്ങ് വന്നാ മതി. നീ പേടിക്കൊന്നും വേണ്ട. ഇവിടെ വന്നിരിക്കുക. എനിക്ക് ജീവനുള്ള കാലം വരെ നിനക്കൊരാപത്തും വരില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. നിന്റെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വലിയ ദുഃഖമുണ്ട്. നോക്കൂ വിനോദ്, ഇപ്പോ നിന്നെ കണ്ടാൽ ഒരു ഭ്രാന്തനെ പോലെ തോന്നും. നീ ഒന്ന് ഫ്രഷ് ആകാൻ നോക്ക്. എനിക്കൊന്ന് കുളിക്കണം. എന്നാ വൈകണ്ട, നീ ബാത്റൂമിൽ കയറിക്കോ. ദാ ടവൽ.
നീ ഇനി കുറ്റം സമ്മതിക്കുകയാണ് നല്ലത്. ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും നിനക്കെതിരാണ്. ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ നിരപരാധിയാണ്. നീ ഒച്ച വെച്ച് സംസാരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. സത്യം തുറന്നു പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്തിനു വേണ്ടിയാണ് നീ ഇത്രയും ക്രൂരമായ കൊലകൾ നടത്തിയത്? ഞാൻ ആരെയും കൊന്നിട്ടില്ല, സത്യം. സേവർ, ആ ബാഗ് ഇങ്ങോട്ട് എടുക്കൂ. ഈ ബാഗ് ആരുടേതാണ്? എന്റെ. എന്നെ മനഃപൂർവ്വം ചതിക്കാൻ ചെയ്ത പണിയാണിത്. യു ബ്ലഡ് സ്റ്റുപ്പിഡ്. കൊല്ലപ്പെട്ട അനുവിന്റെ ഈ ഡ്രസ് നിന്റെ ബാഗിൽ എങ്ങനെ വന്നു? ഇത് ചെയ്തത് അവനാണ്. അവൻ ഇയാളെ ലോക്കപ്പ് ചെയ്യും. നാളെ കോടതിയിൽ ഹാജരാക്കും. എടാ രഞ്ജിത്ത്, റാസ്കൽ, എന്നെ കുരുതി കൊടുത്തല്ലേ? നിന്നോട് ഞാൻ പറയാൻ മുട്ടോടാ. Come on, quick. ലതേ, മോളെ, നീ ഇങ്ങനെ കിടന്ന് വിഷമിച്ചിട്ട് എന്താ കാര്യം? അവൻ നിരപരാധിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ പിന്നുവേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തുന്നുണ്ട് ഡാഡി. പ്ലീസ് ഡാഡി.
എത്രയാ? 8 രൂപ. ഇതാ. ഹലോ, ഹലോ. ഇന്നെന്താ നടന്നു പോകാന്ന് വെച്ചത്? ഒന്നുമില്ല. ലതയുടെ വിഷമം എനിക്കറിയാം. ഞാൻ വീട്ടിൽ വരാനിരിക്കായിരുന്നു. തിരക്ക് കൊണ്ട് കഴിഞ്ഞില്ല. വെനുവേട്ടന്റെ കാര്യം ഓർക്കുമ്പോ ലത വിഷമിക്കാതിരിക്കും. ഒരു നല്ല അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ ഏത് കുരുക്കിൽ നിന്നും രക്ഷപ്പെടാം. വിനോദിനെ രക്ഷപ്പെടുത്തേണ്ട കാര്യം ഞാൻ ഏറ്റു. അഡ്വക്കേറ്റ് രാമോഹൻ അറിയാമോ? എന്റെ ഫ്രണ്ടാ. നമുക്ക് ഇന്ന് തന്നെ അദ്ദേഹത്തെ കാണാൻ പോവാം. സോറി, അദ്ദേഹം ഇന്ന് വൈകിട്ട് എന്റെ മുറിയിൽ വരുന്നുണ്ട്. മോളുടെ കല്യാണ ഫോട്ടോ സെലക്ട് ചെയ്യാൻ. ലതയ്ക്ക് എന്റെ താമസസ്ഥലം അറിയോ? വൈകിട്ട് അവിടെ വന്നാൽ മതി. വരാം. ആ. ഡാക്ടർ ഇനി എപ്പോഴാ വരുന്നേ? ആ, വൈകിയപ്പോ ഞാൻ വിചാരിച്ചു ഇന്നിനി വരില്ലെന്ന്. ഇരിക്കും, അഡ്വക്കേറ്റ് ഇപ്പൊ വരും. വാതിലടച്ചില്ലെങ്കിൽ വലിയ ഡിസ്റ്റർബൻസാ. കേട്ടില്ലേ? എല്ലാരും ഒന്ന് പുറത്തു പോകൂ. പുറത്തു പോയാലല്ലേ പറഞ്ഞത്. താനെന്തിനാണോ ആ രോഗിയുടെ നാരങ്ങ എടുത്ത് തിന്നുന്നത്? നാണം കെട്ടവനെ. ഞാനടാ അപ്പു. എന്താ വിശ്വാസായില്ലേ? ഞാനാ മുരുകദാസ്. നിന്നെ പോലീസുകാർ കണ്ടോ? ചുറ്റും പോലീസുണ്ട്. വേഗം രക്ഷപ്പെട്ടോ. ദേ, ഇതാണ് ഡോക്ടറുടെ ഡ്രസ്. പെട്ടെന്നാവണട്ടോ. താടി വീശി. പുറത്തു വണ്ടിയായിട്ട് ആളുണ്ട്. ശിഷ്ടമേ, നെഞ്ച് വേദനിച്ചിട്ട് വയ്യ. കുറച്ച് കഴിയുമ്പോ എല്ലാം നിൽക്കും. അപ്പൊ വേദനയും മാറൂട്ടാ. എന്റെ അമ്മേ, നീ പോയി വല്ല ജോലി നോക്കി പെണ്ണെ അവിടെ നിന്ന്. എന്തിട്ടുണ്ട് തള്ളിക്കൊണ്ട് കിടക്കണം കപ്പലിന്റെ കൊണ്ടുവരണം. ഏതാണ് പുതിയ സിസ്റ്റർ? അറിയില്ല, ഞാൻ ആദ്യം കാണുക. ഇങ്ങോട്ട് വന്ന പുതിയ സിസ്റ്റർ അങ്ങോട്ട് പോയി. അവരങ്ങോട്ട് പോയിട്ടുണ്ട്. എങ്ങോട്ട്? ആ മുറിയിലേക്ക്. ഓഹോ, ഇതിലേക്കോ? എന്നെ കാണുന്നു. എന്റെ അമ്മ. അദ്ദേഹം ഇനി വരില്ലെന്ന് തോന്നുന്നു. ലത ഇങ്ങനെ തിരക്ക് കൂട്ടിയാലോ? അച്ഛൻ വീട്ടിൽ തനിച്ചാണ്. ഞാൻ ചെന്നില്ലെങ്കിൽ അച്ഛൻ വൈകിട്ടത്തെ മരുന്ന് കഴിക്കില്ല.
അവൻ തന്നെയാണ് ഇക്കാടെ അല്ലേ ബായ്, ഇത് നമ്മൾ കൊണ്ടുവന്ന ബൈക്കാണ്. ഇതെടുത്ത് വേണ്ട രക്ഷപ്പെട്ടോ. വേഗോ. യെസ്. എന്ത്? I love you.
ഈ കേസിൽ മതിയായ തെളിവുകളും സാഹചര്യ തെളിവുകളും നിരത്തി പ്രതി കുറ്റവാളിയാണെന്ന് തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചിരിക്കുന്നു. ആകയാൽ സമൂഹത്തിന് ഭീഷണിയായ ഒരു കൊലപാതകിക്ക് നൽകുവാനുള്ള പരമാവധി ശിക്ഷയായ വധശിക്ഷ ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് പ്രകാരം മരിക്കും വരെ തൂക്കിലിടുവാൻ ഈ കോടതി വിധിക്കുന്നു. I love you. I love you.